വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ അതാ മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടോ. അവൻ ഭൂമിക്ക് സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്ക് സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേരെ വെച്ച് 144,000 പേരെ മുദ്രയിട്ട് മാറ്റി നിർത്തുകയാണ്. എന്തിനാണ് ദൂതനെ ഇതിങ്ങനെ ചെയ്യുന്നത്? ദൂതൻ പറയും, ഇവർക്ക് കേടുവരരുത്, ഇവരെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഞാൻ നിയമിക്കപ്പെട്ടവനാണ്. അപ്പോൾ ദൂതന്റെ ശുശ്രൂഷ എന്താണ്? ദൂതന്റെ 3-ാമത്തെ ശുശ്രൂഷ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാ, മുദ്രയിടുന്ന ദൂതൻ. ആകാശത്തിന്റെ 4 കാറ്റുകള് ഭൂമിക്ക് മീതെ അടിച്ച് വൻവൃക്ഷങ്ങളെ കടപുഴകി എറിച്ച് മനുഷ്യൻ പണിത വീടുകളെ തകർത്തെറിഞ്ഞ് മനുഷ്യൻ പണിത ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് ആ കാറ്റ് കയറി മരം പിടിച്ചു കുലുക്കി വലിച്ചു പിഴുതെറിയുന്നത് പോലെ ലോകത്തിന്റെ വൻകിട രാഷ്ട്രങ്ങളുടെ കുത്തക കൊട്ടാര തുല്യമായ മണിസൗധങ്ങളെ ആഞ്ഞടിച്ച് തകർത്തെറിയുന്ന കൊടുങ്കാറ്റ് ഭൂമിയുടെ മേൽ ചീറിയടിക്കുമ്പോൾ, വീശിയടിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂത് ഒരു സീലുമായി ഇറങ്ങി വന്ന് തന്റെ ഭക്തന്മാരുടെ നെറ്റിയിൽ നെറുകയിൽ മുദ്രയിട്ടിട്ട് പറയുകയാണ്, ഇല്ല, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനം തിരിച്ചറിഞ്ഞാട്ടെ, ലോകത്തിൽ ഏതൊക്കെ പ്രതിസന്ധിയുടെ കാറ്റുകൾ ആഞ്ഞടിച്ചാൽ, സാമ്പത്തിക പ്രതികൂലത്തിന്റെ കാറ്റായി, സാമ്പത്തിക മേഖലയ്ക്കെതിരെ ഉയരുന്ന പ്രതികൂലത്തിന്റെ കാറ്റായിരുന്നാൽ, സാമൂഹിക അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന കാറ്റായിരുന്നാൽ, കുടുംബം തകർക്കുന്ന കാറ്റായിരുന്നാൽ, മാന്യത തകർക്കുന്ന കാറ്റായിരുന്നാൽ, ആകാശത്തിന്റെ 4 കാറ്റ് ഒന്നിച്ചടിക്കുന്ന പ്രതികൂലത്തിന്റെ കാലങ്ങളായിരുന്നാൽ, ആ കാറ്റിന്റെ നടുവിൽ നീ തകർക്കപ്പെടാതെ, ആ കാറ്റിന്റെ നടുവിൽ നിന്നെ സംരക്ഷിക്കുവാൻ, ആ കാറ്റിന്റെ നടുവിൽ നിന്നെ സൂക്ഷിക്കുവാൻ നിയമിക്കപ്പെട്ട സ്വർഗീയ ദൂതന്മാർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാട്ട് വെളിപ്പാട് പുസ്തകം കണ്ട യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി. ജീവിതത്തിനെതിരെ ഏത് സാമ്രാജ്യത്തിന്റെ കാറ്റ് വീശിയാൽ, ഏത് ദുഷ്ടശക്തിയുടെ കാറ്റ് വീശിയാൽ, ആ കാറ്റ് എന്റെ മേൽ വീശാതെ, ആ കാറ്റെന്റെ മേൽ എന്നെ പറിച്ചു കളയാതെ എന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂതനുണ്ട്. യേശു കർത്താവിന്റെ അടുക്കൽ പിശാചി വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിന്റെ കൂടെ കുറെ ശിഷ്യന്മാരില്ലേ, ഞാൻ അവരെ കാറ്റ് പതിരി പാറ്റുന്നത് പോലെ ഒന്ന് പാറ്റി നോക്കട്ടെ. ജീവിതത്തിൽ ദൈവജനം തിരിച്ചറിയണം, നിനക്കെതിരെ കാറ്റ് വീശേണ്ടതിന് ഒരു വീശുമുറവുമായിട്ട് നിൽക്കുന്ന ഒരു അന്ധകാര ശക്തി നിന്റെ ഭവനത്തിന് നേരെ ആഞ്ഞെടുത്ത് നിന്റെ സാമ്പത്തിക മേഖലയ്ക്കും നിന്റെ വിശ്വാസത്തിനോ നിന്റെ കൃപയ്ക്കും കൃപാവരങ്ങൾക്കുമെതിരെ സാത്താൻ കൊടുങ്കാറ്റ് ഊതുവാൻ തക്കവണ്ണം അദ്രിയക്കടലിൽ അലക്സാണ്ട്രിയ കപ്പലിൽ പൗലോസ് മുന്നേറുമ്പോൾ അഴിച്ചുവിട്ട ഈശാനമൂലനെ പോലെ ഇപ്പൊ നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് പറയുന്ന കാറ്റുകൾ ഗന്നസരത്ത് തടാകത്തിൽ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തരെ വിടുവിപ്പാൻ തക്കവണ്ണം നിയോഗം ലഭിച്ച ശിഷ്യന്മാർ സഞ്ചാരപഥങ്ങളിൽ മുന്നേറുമ്പോൾ വീശിയടിച്ചു നിന്നെ മുക്കിക്കളയുമെന്ന് തടാകത്തിൽ ഉയർന്നു നിന്ന ചുഴലിക്കാറ്റ് പോലെ ജീവിതത്തിനെതിരെ വല്ലാത്ത കാറ്റ് കയറി വീശുമ്പോൾ, ഭക്തനായ ഇയ്യോബിന്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ചൊരു വീട്ടിലിരിക്കുമ്പോൾ വീടിന്റെ 4 മൂലയ്ക്ക് ഒരുമിച്ചടിച്ച വീടിനെ തല്ലിപ്പൊളിക്കാൻ കടന്നു വന്ന മരുഭൂമിയിലെ കാറ്റുപോലെ ജീവിതത്തിൽ കാറ്റുവല്ലാതെ നിനക്കെതിരെ കയറി വരുമ്പോൾ, ആ കാറ്റ് നിന്നെ തൊടാതിരിക്കാൻ, ആ കാറ്റ് നിന്നെ ഊതാതിരിക്കാൻ, ആ കാറ്റ് നിനക്ക് ഛേദം വരുത്താതിരിക്കാൻ, ആ കാറ്റ് നിന്റെ ഫലം പറിക്കാതിരിക്കാൻ, ആ കാറ്റ് നിന്റെ ചില്ലയൊടിക്കാതിരിക്കാൻ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൂതനുണ്ട്. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് പൊട്ടുകായി താഴെ വീഴുന്നത് പോലെ ജീവിതത്തിൽ നന്മയുണ്ടാകാതെ, ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാതെ, അൺടൈമിലി സമയത്തിന് മുമ്പേ നീ മരിക്കണം, സമയത്തിന് മുമ്പേ നിന്റെ കാര്യങ്ങൾ തീരണമെന്ന് പറഞ്ഞ് അൺടൈമിലി ഫിഗുകളെ അത്തിവൃക്ഷം പെരുങ്കായ് കൊണ്ട് കുലുങ്ങിയിട്ട് അതിനകത്ത് നല്ല പഴുത്ത് ഫലമാകേണ്ട, ആ നല്ല 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 ഫലങ്ങളാകേണ്ട ആ പൊട്ടുകായ്കളെ എല്ലാം തല്ലിത്താഴ്ത്തിടുന്നത് പോലെ നിന്റെ സന്തതി ഒരിടത്തെത്താതെ, തലമുറ ഒരിടത്തെത്താതെ, നിന്റെ എഡ്യൂക്കേഷൻ ഒരിടത്തെത്താതെ വഴിയിൽ വെച്ച് പൊട്ടുക, തെങ്ങിൽ നിന്ന് വെള്ളയ്ക്കാ താഴെ വീഴുന്നത് പോലെ നിനക്കെതിരെ കാറ്റടിച്ച് കയറുമ്പോ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വരികയാണ് മുദ്രയുമായിട്ട്. ഇല്ലില്ല, ഇവനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഒരു കാറ്റിനും ഇവന്റെ നേരെ അടിക്കാൻ പറ്റത്തില്ല. ഇതാ ആകാശത്തിന്റെ 4 അറുതികളിൽ കാറ്റ് വീശുവാൻ നിൽക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വരിക
പറയുകയാണ്, ഇല്ല, രൂബന്റെ, ശിമയോന്റെ, നഫ്താലിയുടെയും ആശേറിന്റെയും ബെന്യാമീന്റെയും യഹൂദന്റെയും ഗോത്രങ്ങളുടെ മേൽ മുദ്രയിട്ട് സംരക്ഷിപ്പാൻ തക്കവണ്ണം ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. ലോകത്തിൽ ഏതൊക്കെ കാറ്റുകൾ വീശിയാല്, ചരിത്രത്തിൽ ഏതൊക്കെ കാറ്റുകൾ വീശിയാല്, ഭാവി കാലത്ത് ഏതൊക്കെ കാറ്റുകൾ വീശിയാല്, നിന്റെ തലമുറയോ, നിന്റെ കുടുംബമോ, നിന്റെ ജീവിതമോ, നിന്റെ ശുശ്രൂഷയോ, നീയും സുരക്ഷിതനായിരിപ്പാ. ഇന്നു രാത്രി നിനക്ക് വേണ്ടി ഒരു നിയമിത ദൂതനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. Oh, thank you Lord for all the protecting angels. നിനക്കെതിരെയുള്ള കാറ്റുകളെ മാത്രമല്ല, അലബ പ്രവാർദ്ധനം ജബാരിയ, നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് നിന്നെ കൈകളിൽ വഹിക്കുന്ന ദൂതന്മാർ, ഏദനിലെ ദൈവത്തിന്റെ ജീവവൃക്ഷത്തിന്റെ വാതിൽ കാപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ. ഞാൻ അതിലേക്ക് കടന്നു വരാം. അടുത്ത ഭാഗത്തിൽ ഞാൻ ഒരല്പം വേഗതയിൽ മുമ്പോട്ട് പോകട്ടെ. വീണ്ടും 7-ാം അധ്യായത്തിൽ പ്രൊട്ടക്ടിങ് ഏഞ്ചൽസിനെ, സംരക്ഷണ ദൂതന്മാരെയാണ് കണ്ടത്. വീണ്ടും 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 8-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതാ ദൈവത്തിന്റെ മുമ്പിൽ 7 ദൂതന്മാർ നിൽക്കുന്നു. അവർക്ക് 7 കാഹളം ലഭിച്ചോ. എന്താണ് ഈ കാഹളത്തിന്റെ പ്രത്യേകത? അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, 7 കാഹളം ഉള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നോ. അടുത്തത് 7-ാം വാക്യം, ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിലൊന്ന് വെന്തുപോയി, വൃക്ഷങ്ങളിൽ 3-1 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ആമേൻ. ഞാനൊന്ന് പറയാ, ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ടെന്ന് 2-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പിന്നീട് കടന്നു വരാം. എന്നാൽ അതിൽ 1-ാമത്തെ ഭാഗം, ഈ കാഹളം ഊതുമ്പോൾ മുന്നറിയിപ്പ് ലഭിക്കുകയാണ്. ഇതാ ഇപ്പോൾ കാഹളം ഊതുമ്പോൾ രക്തം കലർന്ന കന്മഴ വരുന്നു. 2-ാമത് കാഹളമൂതുമ്പോൾ തീ കത്തുന്ന പോലെ ഒരു വൻമല സമുദ്രത്തിലേക്ക് വീഴുന്നു. ഇങ്ങനെ 7 കാഹളങ്ങളും ഊതുമ്പോൾ ലോകത്തിൽ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ അനർത്ഥം സംഭവിക്കുന്നതിന് മുമ്പേ എന്തോ സംഭവിക്കുകയാണ്? ദൂതൻ ഊതുന്നു, ദൂതൻ കാഹളം ഊതുന്നു. ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, നിന്റെ ദേശത്തിൽ ഒരനർത്ഥം ഉണ്ടാകുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി ഒരു ദൂതൻ കാഹളമൂതോ. ആമേൻ. ഒരു അലാമടിക്കോ. എൻ്റെ സഹോദരങ്ങളെ, ഇന്നും ഇസ്രായേലിന്റെ പട്ടണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രായേലിന്റെ എന്ന ആ കൊച്ചു രാഷ്ട്രത്തിന് ചുറ്റും ആമേൻ അറബികളും ഹൂദികളും എത്യോപ്യനും ഈജിപ്ഷ്യനും ആമേൻ തമ്പടിച്ചു നിന്ന് അവനെതിരെ യുദ്ധം നടത്തുകയാണ്. കാലാകാലങ്ങളിൽ പേര് മാറ്റിയ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അവന്റെ അടിവേര് മാന്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി നിൽക്കുകയാണ്. എന്നാൽ അവൻ ഇതുവരെയും ഇന്ന് എല്ലാ കാലത്തും ദൈവം ഇസ്രായേലിനെ സംരക്ഷിക്കുക. എന്നാൽ മറ്റൊരു ഭാഗത്തിലേക്കാണ് ഞാൻ വരുന്നത്. എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ നിന്ന്, സ്തോത്ര, ഇറാനിൽ നിന്നോ വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു മിസൈൽ തൊടുത്തുവിട്ടാൽ അതിനെ സംരക്ഷിക്കുവാൻ, അതിനെ തടയുവാൻ തക്കവണ്ണം ഒരു അയൺ ഡൂം എന്ന് പറയുന്ന ഒരു ഇരുമ്പ് കവചം അവർക്കുണ്ട്. അതുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന് മിസൈൽ പുറപ്പെടുമ്പോൾ ഇസ്രായേലിൽ എന്തോ സംഭവിക്കുമെന്നറിയാമോ? ഒരു അപായ സൈറൺ മുഴങ്ങോ. ഇസ്രായേലിന്റെ പട്ടണം മുഴുവനോ അലറി വിളിക്കുന്ന ഒരു അപായ സൈറൺ, ഒരു സൈറൺ അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇസ്രായേലിയർ മുഴുവനോ അവരവർക്ക് ഒരുക്കിയിട്ടുള്ള ബങ്കറുകളിലേക്ക്, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങോ. ഇങ്ങനെ അപായ സൈറണുകൾ അടിക്കുമെങ്കിലോ ഇസ്രായേലിൽ വളരെ വിരളമായിട്ടേ മിസൈലുകൾ വീഴാറുള്ളൂ. അവരിങ്ങനെ അപായ സൈറണുകൾ അടിച്ചു കഴിയുമ്പോൾ ആകാശത്ത് പൂത്തിരി കത്തുന്നത് പോലെ പൊട്ടിച്ചിതറുന്നത് കാണാൻ കഴിയും. വാസ്തവത്തിൽ അത് ആകാശത്ത് കത്തുന്ന പൂത്തിരി അല്ലായിരുന്നു. ശത്രു അത് എഴുതിവിടുമ്പോൾ ഇത് ആകാശത്ത് പൂത്തിരി പോലെ കത്തണമെന്നല്ല ആഗ്രഹിച്ചത്, അത് ഇസ്രായേലിന്റെ പട്ടണങ്ങളെ ഇടിച്ചു തകർക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാര അതിനകത്തു നിന്ന് ഞാൻ ഒന്ന് പറയട്ടെ. നിന്റെ വീട് കത്തിക്കണമെന്ന് പറഞ്ഞ ശത്രുവിന്റെ മിസൈലുകൾ ആകാശത്ത് പൂത്തിരി കത്തുന്ന വർണ്ണം പോലെ കത്തിച്ചു കളയാൻ ഇന്നും ദൈവത്തിന്റെ ജനമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന്റെ മണ്ടയ്ക്കകത്ത് ബുദ്ധി നൽകിയെങ്കിൽ, ഞാൻ എൻ്റെ മണ്ടയ്ക്കകത്ത് ബുദ്ധി കൊണ്ടല്ല, എൻ്റെ ദൈവത്തിന്റെ കൃപ കൊണ്ട്
എന്റെ കുടുംബം കത്തിക്കും, ശുശ്രൂഷ കത്തിക്കും, ജീവിതം കത്തിക്കും, തലമുറയെ കത്തിക്കും, സഭ കത്തിക്കുമെന്ന് വാദിക്കുന്ന മിസൈലുകൾ ആകാശത്തു നിന്ന് പൂത്തിരി കത്തുന്നത് പോലെ കത്തുന്നത്, അതിന്റെ ചാരങ്ങൾ ഇങ്ങനെ കാറ്റിൽ പറന്നു പോകുന്നത് ഞാൻ കാണൂ. കാരണം എന്നിൽ വ്യാപരിക്കുന്നത് ദൈവകൃപയാണ്. കാരണം എന്റെ മേൽ പകർന്നിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അഭിഷേകമാണ്. കാരണം ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തനാണ്. ഏറ്റുപറയുന്നവർ കരമടിച്ചു സ്തോത്രം ചെയ്യട്ടെ. അപ്പോൾ കന്മഴ വീഴുന്നതിന് മുമ്പേ എന്തോ ചെയ്യും? ദൂതൻ കാഹളമൂതും. തീ കത്തുന്ന വന്മല പോലെ സമുദ്രത്തിലേക്കൊന്ന് വീഴുന്നതിന് മുമ്പേ എന്ത് സംഭവിക്കുക? ദൂതൻ കാഹളമൂതും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ദൂതൻ നിനക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാ. നിനക്കെതിരെ പൈശാചിക മണ്ഡലങ്ങൾ കയറി വരുമ്പോൾ നിന്നെ ഉണർത്തി വിടുവാൻ തക്കവണ്ണമുള്ള ദൂതൻ. ഇന്ന് രാത്രി ഞാൻ അതിനകത്തൊരു കാര്യം പറയാ. എവിടെയൊക്കെയോ ആഭിചാരത്തിന്റെ കൊടുമുടികളിൽ ഇരുന്ന് പൈശാചിക ശക്തികൾ ആമേൻ മറഞ്ഞിരുന്ന് നിനക്കെതിരെ അമ്പുകൾ തെയ്തു വിടുമ്പോൾ, രാത്രിയുടെ യാമങ്ങൾ 1 മണിക്കും 2 മണിക്കും ദൂതൻ നിന്റെ ചെവിയിൽ കാഹളമൂതി നിന്നെ എഴുന്നേപ്പിച്ച് പ്രാർത്ഥനപ്പായിൽ ഇരുത്താറില്ലേ? ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറ. കാരണം ദൂതൻ ചെവിയിൽ കാഹളമൂതുകയാ. നീ കിടന്നുറങ്ങരുത്. കാരണം പൈശാചിക മണ്ഡലങ്ങളിൽ നിനക്കെതിരെ പണിപ്പുരയിലാണ്. നീ എഴുന്നേറ്റോ. ഞാനതിനെ ഇങ്ങനെ പറയും, അലാമിംഗ് ഏഞ്ചൽസ്. അലാമിംഗ് ഏഞ്ചൽസ്. ഇന്ന് രാത്രി എത്ര പേർക്ക് അലാമിംഗ് ഏഞ്ചൽസിന്റെ അനുഭവങ്ങളെ അറിഞ്ഞിട്ടുണ്ട്? ലഗാർഗനം ഗഡംതരം ജാർദനം പ്രവാർദന. ചില വഴികളിൽ, ചില വാഹനങ്ങളിൽ പ്രത്യേകമായി ഓർമ്മയുണ്ടായിരിക്കുക. ചില ഇടങ്ങളിൽ പോകാൻ നിന്ന ഇടത്ത് ദൂതൻ നിന്നെ വിട്ടില്ല, കാഹളമൂതി നിന്റെ വഴി തടഞ്ഞോ. പിന്നീട് നിനക്ക് മനസ്സിലായി നീ പോകേണ്ട ഇടത്ത് പോയവൻ ആമേൻ ഇന്ന് ഭൂമുഖത്ത് ജീവനോടെ ഇല്ലാതെ വണ്ണം കത്തിക്കരിഞ്ഞു പോയപ്പോൾ നീ തിരിച്ചറിഞ്ഞോ കാഹളമൂതി ദൂതൻ നിന്റെ വഴി അടച്ചതാണെന്ന്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം. അപ്പൊ ദൂതൻ കാഹളമൂതുന്നു, അനർത്ഥത്തെ വിളിച്ചു പറയുന്ന ദൂതൻ. ഞാൻ മുൻപോട്ട് പോവുകയാണ്. ആമേൻ. വീണ്ടും അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം, അവിടെ ദൂതന്റെ 5-ാമത്തെ ശുശ്രൂഷയെ നമുക്ക് കാണാം. എന്താണ് ദൂതന്റെ 5-ാമത്തെ ശുശ്രൂഷ? അവൻ അതിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, മറ്റൊരു ദൂതൻ സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. എന്നിട്ട് 4-ാം വാക്യം, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ 2 ദർശനങ്ങളാണ് കാണുന്നത്. ഒന്ന്, ദൂതന്മാർ 7 പേർ സ്വർഗത്തിൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നു. താഴെ ഭൂമിയിൽ വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ത് ചെയ്യുന്നില്ല? സ്വർഗത്തിലേക്ക് കയറുന്നില്ല. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പൈശാചിക മണ്ഡലങ്ങൾ ഇങ്ങനെ തടുത്തു നിർത്തുകയാണ്. ഇവരുടെ അപേക്ഷ ദൈവസന്നിധിയിൽ എത്തുന്നില്ല. അതിങ്ങനെ ദേശാധിപ ശക്തികൾ അവരുടെ പ്രാർത്ഥനയെ പിടിച്ചു നിർത്തുകയാണ്. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ലാതെ ഒരുപക്ഷെ അവരുടെ വിശുദ്ധിയുടെ ഉറവോ എന്തെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞു വിടാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കയറാതെ എവിടെയോ നിന്ന് തപ്പിത്തടയുമ്പോൾ സ്തോത്ര ദൂതൻ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഈ യാഗപീഠത്തിന്റെ കനലുകൾ എടുത്ത് തന്റെ കയ്യിലിരുന്ന ധൂപകലശത്തിൽ നിന്ന് ധൂപവർഗം എടുത്ത് യാഗപീഠത്തിലെ കനലും ധൂപവർഗവും കൂടെ മിക്സ് ചെയ്തിട്ട് സ്തോത്ര ഇത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് അങ്ങോട്ട് ചേർത്തോ. അപ്പോൾ ഈ ധൂപവർഗത്തിനകത്തു നിന്ന് പുകഞ്ഞു പൊങ്ങിയ, ഈ കനലുകൾക്കകത്തു നിന്ന് പുകഞ്ഞു പൊങ്ങിയ സ്തോത്ര ഈ പുകയ്ക്കകത്ത് ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന മുകളിലേക്ക് കയറിപ്പോയെന്ന് ഒറ്റ സാത്താനും പ്രാർത്ഥന തടയാൻ നിന്നില്ല. ഒറ്റ
ദേശാന്തകാര ശക്തിയോ പ്രാർത്ഥന പിടിക്കാൻ നിന്നില്ല. കാരണം ഇത് മനസ്സിലായി, ഇത് മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം മാത്രമല്ല, ഇത് ദൂതന്റെ കയ്യിൽ നിന്ന് വീണ ധൂപവർഗ തീക്കകത്ത് കിടന്ന് പുകഞ്ഞു കയറുകയാ. ഈ പ്രാർത്ഥനയുടെ പിമ്പിൽ യാഗപീഠത്തിലെ കനലുണ്ട്. ഇന്ന് രാത്രി ഞാൻ അതിനെ ഒറ്റ വാക്കിൽ പറയാ, നീയും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ തടയിട്ട് വാദിക്കാൻ പൈശാചിക ശക്തികൾ നിൽക്കുമ്പോൾ എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിക്കാൻ, എന്റെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ എനിക്കുണ്ട്. ഹോലി സ്പിരിറ്റ് ലഖൽബനാദി. ഒരു ദൈവ പൈതൽ പ്രാർത്ഥന മുറിയിൽ കയറുമ്പോൾ, ഒരു ദൈവ പൈതൽ അവന്റെ മുഴങ്കാലുകൾ മടക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പറയുക, ഹോലി സ്പിരിറ്റ് ഒരു ദൂതൻ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. എന്തിന്? ഇവന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. യാക്കോബ് കാണുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ദൂതന്മാർ ദൈവത്തിന്റെ ദൂതുമായിട്ട് ഇറങ്ങുന്നു. സ്വർഗത്തിലേക്ക് കയറുന്ന ദൂതന്മാർ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുമായിട്ട് കയറുന്നു. ഹോലി സ്പിരിറ്റ് ഇന്ന് രാത്രി എത്ര പേർ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ദൂത് ദൈവത്തിന്റെ ദൂതുമായിട്ട് ഇറങ്ങുമ്പോൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറുന്ന ദൂതൻ ഹോലി സ്പിരിറ്റ് എന്റെ പ്രാർത്ഥനയുടെ ശബ്ദവുമായി സ്വർഗത്തിലേക്ക് കയറാ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, എന്റെ പ്രാർത്ഥനകളെ സ്വർഗത്തിലെത്തിക്കുന്ന എന്റെ മെസ്സഞ്ചറാണ് ദൈവത്തിന്റെ ദൂത്. എനിക്ക് ദൈവത്തോട് പറയാനുള്ള പ്രാർത്ഥനകളെ, എന്റെ സങ്കടങ്ങളെ, എന്റെ ആകുലതകളെ ദൈവത്തെ ബോധിപ്പിക്കുന്ന ഒരു ഉത്തമ സ്നേഹിതൻ എനിക്കുണ്ട്. അത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. സ്തോത്രം. എൻ്റെ സങ്കടങ്ങളെ അറിഞ്ഞ് സ്വർഗത്തിൽ കൊണ്ടുപോയി എൻ്റെ പ്രാർത്ഥനകളെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ. ഞാൻ മുൻപോട്ട് പോകാം. ആറാമത്തെ ദൂതൻ്റെ പ്രവൃത്തി എന്താണ്? ദൂതൻ്റെ ആറാമത്തെ ശുശ്രൂഷ വെളിപ്പാട് പുസ്തകത്തിൽ. ഞാനത് അതിലെ 12ാമത്തെ ഭാഗമാണ് എനിക്ക് എടുക്കാനുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ആ പോയിന്റുകളെ ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടൊന്ന് തൊടുകയാണ്. വെളിപ്പാട് പുസ്തകം 10ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ബലവാനായ മറ്റൊരു ദൂതനെ അവിടെ കണ്ടു. ഇതാ ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാല് തീത്തൂണ് പോലെയും ഉള്ളവൻ. ഇതൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് വായിക്കേണ്ടതാണ്. മേഘം കൊണ്ട് കവർ ചെയ്യപ്പെട്ട മനുഷ്യൻ, തലയിൽ ആകാശവില്ല് പോലെ മഴവില്ല് വെച്ചിരിക്കുന്നു. മുഖം ഇങ്ങനെ സൂര്യൻ കത്തുന്നത് പോലെ നിൽക്കുന്നു. കാലിങ്ങനെ തീക്കകത്ത് എന്ന് പറഞ്ഞാൽ 2 തീജ്വാലകൾ. അതിന്റെ മുകളിൽ മേഘ, അതിന്റെ മുകളിൽ ഒരു സൂര്യൻ നിന്ന് പ്രകാശിക്കുന്നു. അതിന്റെ മേളിൽ ഒരു ആകാശത്തിന്റെ വില്ലിങ്ങനെ വെച്ചിരിക്കുന്നു. എന്തൊരു മനോഹരമായിരിക്കുന്ന ദർശന. ബലവാനായ ഒരു ദൂതനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഈ ദൂതൻ എന്താണ് ചെയ്തതെന്നറിയാമോ? അതിന്റെ 8ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട്, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഈ ദൂതൻ എന്തുമായിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത്? ഒരു തുറന്ന പുസ്തകവുമായിട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് 9ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൂതന്റെ അടുക്കൽ ചെന്ന് പുസ്തകം ചോദിച്ചോ. ആ പുസ്തകം തരാൻ പറഞ്ഞു. ആ പുസ്തകം ദൂതന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആ പുസ്തകം ഇങ്ങിതാ, താങ്കളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ഇങ്ങിതാ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, ഈ ദൂതനെ കണ്ടോ? തീജ്വാലയുള്ള കാലുകളോ, മേഘമുടുത്ത ശരീരമോ, സൂര്യനെ പോലെയുള്ള മുഖമോ, മഴവില്ല് പോലെയുള്ള കിരീടവും വെച്ച ഈ ശ്രേഷ്ഠനായ ദൂതന്റെ കയ്യിൽ, ബലവാനായ ദൂതന്റെ കയ്യിൽ, ഒരു കാല് സമുദ്രത്തിലോ ഒരു കാല് ഭൂമിമേലും വെച്ചിരിക്കുന്ന ഭയങ്കരനായ ദൂതൻ. ഈ ദൂതന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കുക. യോഹന്നാന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ആ ദൂതന്റെ അടുക്ക ചെന്ന് പുസ്തകം ചോദിക്കാൻ പറഞ്ഞു. ഞാനോ നിങ്ങളോ ആണെ ധൈര്യപ്പെടുവോ ചെന്ന് ചോദിക്കുക? യോഹന്നാൻ ചെന്നിട്ട് പറഞ്ഞു, ആ പുസ്തകം ഇങ്ങ് തരാൻ പറഞ്ഞു. യോഹന്നാന്റെ അടുക്കൽ അദ്ദേഹം പറഞ്ഞു, നീ ഈ പുസ്തകം മേടിച്ച് എന്തോ ചെയ്യണം? ഈ പുസ്തകം മേടിച്ച് നീ തിന്നണം. എന്നിട്ട് പറഞ്ഞു, ഇത് തിന്നുമ്പോൾ നിനക്ക് മധുരമായിട്ട് തോന്നോ, പക്ഷേ ഇത് വയറ്റി ചെല്ലുമ്പോൾ വല്ലാത്ത കയ്പായിരിക്കുക. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയാ, ഇതാണ് ശുശ്രൂഷ. കൃപാവരം കിട്ടുമ്പോൾ വായി മധുരമായിരിക്കുക. സ്തോത്രം. പ്രവചനവരം കിട്ടുമ്പോൾ വായി മധുരമായിരിക്കുക. പ്രസംഗവരം കിട്ടുമ്പോൾ വായിൽ മധുരമായിരിക്കുക.
വെളിപ്പാട് കിട്ടുമ്പോൾ വായി മധുരമായിരിക്കുക. സ്റ്റേജിലേക്ക് നിൽക്കാനുള്ള അഭിഷേകം കിട്ടുമ്പോൾ, മൈക്കെടുക്കാനുള്ള അഭിഷേകം കിട്ടുമ്പോൾ അത് വായിൽ മധുരമായിരിക്കുക. പക്ഷെ ഇത് എല്ലായ്പ്പോഴും മധുരമായിരിക്കത്തില്ല. ഇത് അകത്തു കയറി കഴിയുമ്പോൾ, നീ ശുശ്രൂഷയുടെ പടി കയറി കഴിയുമ്പോൾ ഇത് വല്ലാതെ നിന്റെ വയറിനെ കയ്പിക്കുക. ഇന്ന് രാത്രി കൃപയുള്ള ദൈവജനത്തിനകത്ത് നിന്ന് ദൈവം തെരഞ്ഞെടുത്ത അഭിഷക്തന്മാരിൽ ആരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ. ശുശ്രൂഷ കിട്ടിയപ്പം മധുരമായിരുന്നു, പക്ഷെ വയറ്റിനകത്ത് കയ്പായിരുന്നു. ആമേൻ. പോട്ടെ, അടുത്ത ഭാഗത്തിലേക്ക് വരാം. അങ്ങനെ ദൂതൻ ചെന്ന് ഈ പുസ്തകം യോഹന്നാൻ കൊടുത്തു. ആമേൻ. എന്നിട്ട് അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എന്നോട്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാന് കൊടുത്ത ഈ പുസ്തകം എന്തായിരുന്നു? ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുക: നിയോഗത്തെ കൈമാറി. നിയോഗത്തെ കൈമാറി. ഒരു ദൂതൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദൂതൻ ഒരു നിയോഗത്തെ കൈമാറുകയാണ്. യോവാശിന്റെ കരുവേലകത്തിനരികെ മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കാൻ ഗോതമ്പ് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്ന ഗിദയോന്റെ അടുക്കൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി മിദ്യാന്യരെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കാനുള്ള നിയോഗത്തെ കൊടുത്തു. മനോഹയുടെ ഭാര്യയുടെ ഏകാന്തതയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നു. മനോഹയ്ക്കും ഭാര്യയ്ക്കും ഒരുമിച്ച് പ്രത്യക്ഷനായി. ആമേ. ഒരു നാസീർ വ്രതസ്ഥനെ ജനിപ്പിച്ച് ദൈവജനത്തെ വിടിവിക്കാനുള്ള ഒരു നിയോഗത്തെ കൈമാറിയിട്ട് പോയി. ആമേ. ഇന്ന് രാത്രി ആമേ, മറിയത്തിന്റെ ഏകാന്ത മുറിക്കകത്തൊരു ദൂതൻ ഇറങ്ങി അവളോട് സംസാരിച്ചോ. വിശുദ്ധ പുരുഷനെ, ദൈവത്തിന്റെ പ്രജയെ ജനിപ്പിക്കാനുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ചിട്ട് പോയി. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, ഒരു ദൂതൻ നിനക്ക് പ്രത്യക്ഷനായാൽ അവൻ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ടാണ് നിന്റെ അടുക്കൽ വരുന്നത്. അവൻ ഒരു കോൺട്രാക്ട് പേപ്പറുമായിട്ടാണ് നിന്റെ അടുക്കൽ വരുന്നത്, ഒരു നിയോഗത്തെ നൽകുവാൻ. ഇന്ന് രാത്രി ഞാൻ പറയാ, നിയോഗം ലഭിച്ച ദൈവമക്കൾ ദൂതനെ കണ്ടവനാണ്. ദൂതൻ അവന്റെ അടുക്കൽ ഇറങ്ങി വന്നോ. കണ്ടോ? ഏറ്റവും വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും ഭയങ്കരനായ ദൂതൻ ആരാണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് 10 പറയുന്ന ദൂതനാണ്. കാലുകൾ തീ പോലെ നിൽക്കുന്നത്, തലയിൽ ആകാശത്തിലെ മഴവില്ല് ധരിച്ചിരിക്കുന്നവൻ, മേഘമുടുത്തവൻ, മുഖം സൂര്യനെ പോലെ കത്തിപ്രകാശിക്കുന്ന ശ്രേഷ്ഠ ദൂതൻ. ഇതുപോലെ ഒരു ദൂതനെ വെളിപ്പാട് പുസ്തകത്തിൽ വേറെ എവിടെയും കാണാനില്ല. ഈ ദൂതനാണ് നിയോഗം കൈമാറുന്നത്. ഇന്ന് രാത്രി നീ ദൂതന്മാരിൽ ഏറ്റവും വലിയവനെ കാണുന്നത് ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കുമ്പോഴാ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, അനുഗ്രഹം പ്രാപിച്ചിട്ട് നിയോഗം പ്രാപിക്കാനിരിക്കരുത്. നിയോഗം പ്രാപിക്കുമ്പോൾ അനുഗ്രഹം താനേ കടന്നു വരിക. നിയോഗം പ്രാപിക്കുമ്പോൾ അനുഗ്രഹം താനേ കടന്നു വരിക. ഇന്ന് രാത്രികാല നിയോഗം നൽകുന്ന ദൂതന്മാർ, ഇന്ന് രാത്രി ദൈവത്തിന്റെ നിയോഗത്തെ ഏറ്റെടുക്കാൻ നിനക്ക് ഒരുക്കമാണോ? അങ്ങനെയെങ്കിൽ അവനൊരു പുസ്തകത്തെ നിന്റെ കയ്യിൽ തരും, അവനൊരു നിയോഗത്തെ നിന്റെ കയ്യിൽ തരും. ഇന്ന് രാത്രി ഞാൻ ഒരു യാഥാർത്ഥ്യം ദൈവമക്കളോട് പറയട്ടെ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, അവൻ പെന്തക്കോ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവൻ പണിയില്ലാത്തവൻ ചെയ്യുന്ന വയറ്റിപ്പിഴപ്പിന്റെ പരിപാടി എന്ന് മനുഷ്യൻ കളിയാക്കാം. പക്ഷേ ശുശ്രൂഷയെ ദൂതൻ കൈമാറുന്നത് ഒരു പുസ്തകമായിട്ടാ. ഇത് ജ്ഞാനത്തിന്റെ ശുശ്രൂഷയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ജ്ഞാനത്തിന്റെയും ആലോചനയുടെ ആത്മാവ്. വീണ്ടും വെളിപ്പാട് പുസ്തകം, ജ്ഞാനത്തിന്റെയും ആലോചനയുടെയും ആത്മാവ്. വീണ്ടും പൗലോസ് പരിശുദ്ധാത്മാവിന്റെ 9 വിധ കൃപാവരങ്ങളെ പറയുമ്പോൾ അതിലെ പ്രാധാന്യമേറിയ 3 കൃപാവരങ്ങളോ ബുദ്ധിമണ്ഡലത്തിൽ വ്യാപരിക്കുന്നതാണ്. ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വര, വിവേചനത്തിന്റെ വര. കണ്ടോ? ദൈവം മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തിൽ നൽകുന്ന പുസ്തകത്തിനകത്തുകൂടെ വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. അല്ലാതെ മായാജാലത്തിനകത്ത്, മായാമോഹങ്ങൾക്കകത്ത് ഉയരുന്ന പ്രഹേളികയല്ല ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആകയാൽ പരിഹസിക്കുന്നവൻ പരിഹസിക്കട്ടെ. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന മനുഷ്യന്, ശുശ്രൂഷിക്കുന്ന അഭിഷേക്തൻ അറിയാം, ഇത് വെറും പൊട്ടത്തരത്തിനകത്ത് പ്രഹേളികയല്ല, ഇത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. 1 കൊരിന്ത്യർ 2 വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ലോക സ്ഥാപനത്തിന് മുമ്പേ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്.
പറയുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനികൾക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ മർമ്മമത്രേ ഞങ്ങൾ ജ്ഞാനമായി പ്രസ്താവിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ടെ, ദൂതന്റെ പ്രത്യക്ഷതയിൽ നിയോഗങ്ങൾ കൈമാറോ, ദൂതന്റെ പ്രത്യക്ഷതയിൽ നിയോഗങ്ങൾ കൈമാറോ. വീണ്ടും വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം കഴിഞ്ഞ് 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നമ്മൾ പകുതിയെ എത്തിയിട്ടുള്ളൂ, സമയം തീരാറുമായി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 ദർശനങ്ങളെ ഒരുമിച്ച് കാണിക്കുകയാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ധരിച്ചുകൊണ്ട് ചന്ദ്രന്റെ മീതെ നിൽക്കുന്നു. അവൾ നോവ് കിട്ടി വേദനപ്പെട്ട് പ്രസവിക്കുന്ന ആൺകുട്ടിയെ തിന്നുകളവാൻ തക്കവണ്ണം മഹാസർപ്പ 7 തലയും 10 രാജമുടികളുമുള്ള ദുരാത്മ മണ്ഡല ആമേൻ വാലുകൊണ്ട് നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു നിലത്തിട്ട് കളയുന്ന അന്ധകാര ശക്തി എതിരെ നിൽക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദർശനത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കയറുന്ന യോഹന്നാൻ കാണുകയാണ്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. അതിന്റെ ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വർഗത്തിലെ പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ യുദ്ധങ്ങളെ ചെയ്യുന്നവരാണ്. ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ യുദ്ധങ്ങളെ ചെയ്യുന്നവരാണ്. ആമേൻ. സ്ത്രീയെ ഉപദ്രവിക്കുവാൻ നിൽക്കുന്ന മഹാസർപ്പ, ആൺകുട്ടിയെ തിന്നുകളയുവാൻ നിൽക്കുന്ന മഹാസർപ്പ, നിന്നെ ഉപദ്രവിക്കാൻ, നിന്റെ തലമുറയെ വിഴുങ്ങിക്കളയാൻ നിൽക്കുന്ന സർപ്പശക്തികൾ നിനക്കെതിരെ വായ് പിളർന്ന് വാലുകൊണ്ട് ചുരുട്ടിയെറിയുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വരും. മീഖായേലും അവന്റെ ദൂതന്മാര് അവിടെ ദൈവത്തിന്റെ ദൂതന്മാരെന്നല്ല എഴുതിയിരിക്കുന്നത്, മീഖായേലും അവന്റെ ദൂതന്മാര്. അപ്പൊ സ്വർഗത്തിൽ ഒരു കൂട്ടം ദൂതന്മാരെ മുഴുവനും മീഖായേലിന്റെ ഉദ്യോഗത്തിൽ, മീഖായേലിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ദൈവം എന്ത് ചെയ്തിരിക്കുക? അങ്ങ് വിട്ടുകൊടുത്തിരിക്കുക. നിനക്കെതിരെ പൈശാചിക മണ്ഡലങ്ങൾ യുദ്ധമുഖം തുറക്കുമ്പോൾ, നിനക്കെതിരെ വെല്ലുവിളിയുടെ രാത്രികൾ ഉയർന്നു വരുമ്പോൾ, ജാതീയ ശക്തികളും ദേശാന്തകാര പോരുകളും മാനുഷിക രാഷ്ട്രീയ ബലങ്ങളോ നിനക്കെതിരെ പണം കൊണ്ട്, നിനക്കെതിരെ അധികാരം കൊണ്ട്, നിനക്കെതിരെ മാന്ത്രിക ശക്തികൾ കൊണ്ടോ നിനക്കെതിരെ പടവാൾ ഉയർത്തുമ്പോൾ നീ അറിയണോ, നിനക്ക് വേണ്ടി ദൂതന്മാരിറങ്ങി യുദ്ധം ചെയ്യാ. ബാലാക്കിന്റെ വാക്കുകേട്ട് ബിലയാം എന്ന പ്രവാചകൻ ഇസ്രായേലിനെ ശപിക്കുവാൻ തക്കവണ്ണം തന്റെ വീട് വിട്ട് മോവാബ് സമഭൂമിയുടെ അടിവാരത്തിലെത്തി ഒരുക്കി നിർത്തിയ യാഗപീഠങ്ങൾക്കകത്ത് യാഗം കഴിച്ച് പ്രാകുവാൻ തക്കവണ്ണം മനോമുകുരത്തിൽ ആലോചനയുമായി കടന്നു വരുമ്പോൾ കഴുതയുടെ തല പിടിച്ച് കുനിച്ചു നിർത്തി ബിലയാമിന്റെ കാല് പിടിച്ച് മതിലിനോട് ചേർത്ത് നിർത്തി ഞെക്കത്തക്കവണ്ണം അവനെ വഴി തടയാൻ ഊരിയ വാളുമായിട്ട് ഒരു ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്കെതിരെ പൈശാചിക മണ്ഡലങ്ങളും മാന്ത്രിക ശക്തികളും മാനുഷിക ബലങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചന ശക്തന്മാര് നിനക്കെതിരെ ഉയർന്നു നിൽക്കുമ്പോൾ അപാജപം, പ്രവാചകം, ബാലഘട്ടം, ബൗർദീമനം, സേവത്തരാതി നിന്റെ സംരക്ഷണത്തിന് യുദ്ധമുഖത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ഇന്ന് രാത്രി നിന്റെ യുദ്ധങ്ങൾ കിടക്കി നീ അങ്ങോട്ട് ഇറങ്ങരുത്. നീ പ്രാർത്ഥനയിൽ ആത്മമണ്ഡലത്തിൽ സ്തോത്രത്തോടെ അതിൽ ജാഗരിച്ച് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതന്മാർ പൈശാചിക മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുന്നത് നീ കാണുക. യുദ്ധം നിനക്കുള്ളതല്ല, അത് ദൈവത്തിനത്രേ. നിന്നെ ഉപദ്രവിച്ച് നിന്റെ തലമുറകളെ വിഴുങ്ങുമെന്ന് വാദിക്കുന്ന പൈശാചിക പോർമണ്ഡലങ്ങളിൽ ഇതാ ദൈവത്തിന്റെ ദൂതന്മാർ മീഖായേലും ബാബിലോൺ സാമ്രാജ്യത്തിനപ്പുറം പേർസ്യ പ്രഭു പ്രാർത്ഥനാ മണ്ഡലത്തിൽ ദാനിയേലിനെതിരെ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ ഇറങ്ങി വന്ന ഗബ്രിയേലിന്റെ വഴി തടയുമ്പോൾ ഇതാ മീഖായേൽ ഇറങ്ങി വന്ന് പേർഷ്യൻ പ്രഭുവിനെ ദേശാധിപ ശക്തിയെ പിടിച്ചു കെട്ടി ഒതുക്കി നിർത്തുകയാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ട് ഇസ്രായേൽ എന്ന ചെറിയ രാഷ്ട്രത്തിന് നേരെ അശൂർ എന്ന വമ്പന്മാർ കുതിരകളും രഥങ്ങളും പടക്കോപ്പുകളും ആയുധങ്ങളുമായി അണിനിരക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് 185,000 പേരെ നിഗ്രഹിച്ച് അവരുടെ പാളയത്തിലെ പൊന്നും വെള്ളിയോ ഇസ്രായേലിന് കൊള്ളയായി അവകാശമാക്കി കൊടുത്ത് ആ രാഷ്ട്രത്തെ ചിതറിച്ചു കളയുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ ഇന്നു രാത്രി നീ എന്തിനാ ഭയപ്പെടുന്നേ? നിനക്കെതിർ നിൽക്കുന്ന ശക്തി ആരുമാകട്ടെ, നിനക്കെതിർ നിൽക്കുന്ന പോരാട്ടം ഏതുമാകട്ടെ, നിന്നെ വെല്ലുവിളിക്കുന്ന അന്ധകാര ദുർമൂർത്തികളും ദേവീദേവന്മാര് അവർ ഏത് കോട്ടയ്ക്കകത്തു നിന്ന് കയറി വന്നവര്, ഏത്
മന്ത്രവാദത്തിന്റെ ആധിക്യത്തിനകത്ത്, ഏത് വിളിച്ചു നേർച്ചയുടെ കെട്ടുകാഴ്ചക്കകത്ത് പൊങ്ങി വന്നതുമാകട്ടെ, നീ ഭയപ്പെടരുത്. യുദ്ധം നിന്റേതല്ല. സ്വർഗത്തിൽ നിന്ന് ബലമേറിയ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരാം. മോവാബ് സമഭൂമിക്കകത്ത് പിസ്ഗ എന്ന കൊടുമുടിക്ക് മുകളിലേക്ക് നെബോ എന്ന പർവ്വതത്തിന്റെ ദുർഘടങ്ങളെ താണ്ടി ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു കയറുകയാണ്. 30 ലക്ഷം മനുഷ്യരെ 40 സംവത്സരം ഭരണം ചെയ്ത ശ്രേഷ്ഠനായിരിക്കുന്ന മോശെ. പക്ഷേ മോശ നെബോ എന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ പിസ്ഗായുടെ കൊടുമുടിയിലേക്ക് കയറുമ്പോൾ ഇസ്രായേലിലെ യുദ്ധവീരന്മാർ ആരും മോശയോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിലെ ശക്തന്മാർ ആരും മോശയോടുകൂടെ ഉണ്ടായിരുന്നില്ല. ആമേൻ. അമാലേക്കൻ യുദ്ധം ചെയ്തപ്പോൾ കൈതാങ്ങാൻ അഹരോനും ഹൂരും ഉണ്ടായിരുന്നു. പക്ഷേ നെബോ എന്ന പർവ്വതത്തിൽ പിസ്ഗായുടെ കൊടുമുടിയിൽ ഒറ്റയ്ക്ക് കയറുന്ന മോശയ്ക്ക് തുണ നിൽക്കാൻ ആരും ഉണ്ടായില്ല. എന്നാൽ പിൽക്കാലത്ത് യൂദാ അപ്പോസ്തലൻ എഴുതി വെച്ചോ, നെബോ എന്ന പർവ്വതത്തിൽ പിസ്ഗ എന്ന കൊടുമുടിയിൽ മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു മോശയുടെ ശരീരത്തിന് കാവലിട്ട് സാത്താന്യ മണ്ഡലങ്ങളെ ശാസിച്ചെങ്കിൽ ഇന്നു രാത്രി നിന്റെ യുദ്ധമണ്ഡലങ്ങളിൽ ദൂതന്മാർ വെളിപ്പാട് പുസ്തകം അടുത്തത് വെളിപ്പാട് 14 കടന്നു വരുമ്പോൾ അവിടെ വെളിപ്പാട് 14 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ പറയുകയാണ്, ഒരു ദൂതൻ സുവിശേഷം അറിയിക്കുന്നു. അവന് സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായ ഭൂവാസികളോട് അറിയിപ്പാൻ സുവിശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദൂതൻ സുവിശേഷം അറിയിക്കും. ആമേൻ. ദൂതൻ സുവിശേഷം അറിയിക്കും. ഞാൻ സമയം കടന്നു പോകുന്നതുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം 15 അധ്യായം അതിലേക്ക് നമുക്ക് കാണുമ്പോൾ ഞാൻ വലുതും അത്ഭുതമായ മറ്റൊരു അടയാളം കണ്ടു. സ്വർഗത്തിലെ ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാർ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. ദൈവത്തിന്റെ ക്രോധത്തെ ഭൂമിമേൽ പകരുന്ന, ദൈവത്തിന്റെ ജഡ്ജ്മെന്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന, ദൈവത്തിന്റെ ക്രോധകലശങ്ങളെ ഒഴിക്കുന്ന ദൂതന്മാർ. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. The earth was radiated with his glory, lightened with his glory. ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ, ലോകം മുഴുവൻ നിന്റെ മുൻപാകെ വെളിച്ചം മാറ്റിവെക്കുമ്പോൾ, നിന്റെ ലോകത്തെ, നിന്റെ ഭൂമിയെ പ്രകാശിപ്പിച്ചു തരുവാൻ, നിന്റെ കാലുകൾ ഇടറാതെ വണ്ണം നിന്റെ വഴിക്ക് വെളിച്ചം തരുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. നമുക്ക് വേഗത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. വീണ്ടും അതിൻ്റെ 11 വിഷയത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 12 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും 12 ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഗോപുരം എന്ന മലയാളം ബൈബിളിൽ എവിടെ നിങ്ങൾ കണ്ടാലും ഗോപുരം എന്ന് പറയുന്നത് ഗേറ്റ്, വാതിൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ സ്വർഗനഗരത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ 4 ദിക്കുകളിലായി, കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, 4 ദിക്കുകളിലായി 3 വാതിലുകൾ വീതമുണ്ട്. 4x3 4 ദിക്കുകളിൽ 3 വാതിൽ വെച്ച് 12 വാതിലുകൾ. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവുമുണ്ട്. ഈ 12 ഗോപുരങ്ങളിലും അല്ലെങ്കിൽ 12 ഗേറ്റിലും ആര് നിപ്പുണ്ട്? ഓരോ ദൂതന്മാർ നിപ്പുണ്ട്. ആമേൻ. നമ്മുടെ മാതാപിതാക്കളൊക്കെ പണ്ടുകാലം തുടങ്ങി പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ വാതിലുകളെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണമേ. അവർക്കൊരു തോന്നൽ കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണോ? അല്ല. അവർ വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോൾ കണ്ടോ, ദൈവത്തിന്റെ നഗരത്തിന്റെ ഗോപുരവാതിലുകളിൽ മേൽ, ദൈവത്തിന്റെ നഗരത്തിന്റെ ഗേറ്റുകളിൽ മേൽ ദൈവത്തിന്റെ ദൂതന്മാർ നിൽക്കുക. നിന്റെ വീട് ദൈവ സാന്നിധ്യമുള്ള ഒരു സ്വർഗമാണെങ്കിൽ നിന്റെ വീടിന്റെ ഗേറ്റിൽ ദൂതന്മാർ കാവൽ നിൽക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ, എവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, സ്വർഗത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ വാതിലുകളിൽ കാവൽ നിൽക്കുകയാണ്.
ഏദനിലേക്കുള്ള വഴി കാൽപ്പാൻ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ദൈവം കെരൂബുകളെ നിർത്തി. ദൈവത്തിന്റെ കൃപാസനം പണിയുമ്പോൾ ദൈവം കൃപാസനത്തിന് മീതെ ചിറക് വിരിച്ചു നിൽക്കുന്ന 2 കെരൂബുകളെ നിർത്താൻ പറഞ്ഞു. അപ്പൊ ദൈവം പറയുകയാണ്, എന്റെ കൃപ വ്യാപരിക്കുന്നിടത്ത്, എന്റെ കൃപ ഇരിക്കുന്നിടത്ത് ദൂതന്മാരുടെ കാവലുണ്ടാകുക. ദൈവം ഒരൊറ്റ വിഗ്രഹത്തെയും ഉണ്ടാക്കാൻ, ഒറ്റ രൂപത്തെയും ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ല. ദൈവം ആകെ ഉണ്ടാക്കിച്ച രൂപം ഏതാണെന്നറിയാമോ? കെരൂബുകളുടെ രൂപമാണ്. വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് പറയാം. വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം എന്തിനാ ആമേൻ ഈ കെരൂബുകളെ ഉണ്ടാക്കാൻ പറഞ്ഞത്? ദൈവം അവനെ പഠിപ്പിക്കുകയാണ്, കൃപയുള്ളിടത്ത് ദൂതന്മാരുടെ കാവലുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ഈ രൂപം ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ടുവച്ചു? ഇസ്രായേലിലെല്ലാം കാണത്തക്കവണ്ണം പട്ടണത്തിന്റെ നടുവിലാണോ കൊണ്ടുവച്ചത്? ആരും കാണാതെ വണ്ണോ തിരശീലയ്ക്ക് അകത്ത് വെച്ചോ. അത് ദൈവം ഒരു രഹസ്യം സൂക്ഷിക്കുകയായിരുന്നോ? കൃപയുള്ളവന്റെ മേൽ, കൃപാസനത്തിന്റെ മേൽ ചിറക് വിരിച്ചു നിൽക്കുന്ന കെരൂബുകളുണ്ട്. നീ ദൈവത്തിന്റെ മേഴ്സി സീറ്റ് ആണെങ്കിൽ, നീ ദൈവത്തിന്റെ കൃപാസനമാണെങ്കിൽ, നിന്റെ മീതെ ദൂതന്മാരിങ്ങനെ ചിറക് വിരിച്ചു നിൽക്കുക. ആമേൻ. നിന്നെ ദൈവം സംരക്ഷിക്കുക. അതാണ് അതിവിശുദ്ധ സ്ഥലം പറയുന്ന ദൈവിക മർമ്മം. സ്തോത്രം. ഞാൻ 11 ഭാഗങ്ങളെ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തുടങ്ങി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വരെ, 22-ാം അധ്യായം വരെ 11 ദൂത ശുശ്രൂഷകൾ. 12-ാമത്തെ വിഷയമാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവിടുന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? ഒന്ന് വായിച്ചു തരാമോ? അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അനന്തരം ഒരു ദൂതനെ ഞാൻ കണ്ടു. ഇന്ന് രാത്രി ആ ദൂതനെയാണ് നിങ്ങൾ കാണേണ്ടതിന്. ബാക്കി 11 വിഷയങ്ങളെ നിങ്ങൾ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ച് ഘട്ടം ഘട്ടമായി പിടിക്കുക. പക്ഷെ ഇന്ന് രാത്രി ഞാൻ മറ്റൊരു 20-ാം അധ്യായം പറയുന്ന ദൂതനിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു, അടച്ചുപൂട്ടി, മീതെ മുദ്ര ഇടുകയും ചെയ്തു. 4-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അപ്പൊ ദൈവത്തിന്റെ ന്യായാസനം വയ്ക്കുന്നതിന് മുമ്പേ ഭൂമിമേൽ സംഭവിക്കുന്ന ഒരു ഏഞ്ചലിക് മിനിസ്ട്രിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്വർഗത്തിലെ മിനിസ്ട്രി അല്ല, ഭൂമിയിലെ മിനിസ്ട്രിയാണ്. അതിനകത്ത് നമ്മൾ കാണുമ്പോൾ പ്രധാനമായ 8 കാര്യങ്ങളാണ് ദൂതൻ അവിടെ ചെയ്യുന്നത്. ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, അനന്തരം ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൂതന്മാർ സ്വർഗത്തിൽ നിൽക്കുമെന്ന് നീ കരുതരുത്. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങും. ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങളെ നോക്കി നിന്റെ അകത്ത് കിടക്കുന്ന പ്രവാചകനെ ഉണർത്തി നീ പറ, എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങോ. ഇന്ന് രാത്രി എത്ര പേർ പറയുന്നു, ലോഗോസിന് വേണ്ടി ദൂതൻ ഇറങ്ങോ, എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങോ, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങോ, എൻ്റെ സഭയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങോ, എൻ്റെ വിഷയങ്ങളിൽ ദൂതൻ ഇറങ്ങോ. ഇന്ന് രാത്രി നീ നേരിടുന്ന പ്രതികൂലങ്ങളെ നോക്കിയിട്ട് പറഞ്ഞോട്ടെ, ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കാണോ, ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കാണോ. ഈ രാത്രി നിന്റെ കണ്ണുകൾ നിന്റെ പ്രശ്നത്തിൽ തലപൊക്കി നിൽക്കുന്ന മനുഷ്യരെ അല്ല നീ കാണുന്നത്. ഇന്ന് രാത്രി നിന്റെ ദർശനം ഷിഫ്റ്റ് ആകോ, നീ കാണും ദൂതൻ നിന്റെ വിഷയത്തിൽ ഇറങ്ങുന്നത്. 2 സ്തോത്ര. അടുത്തതായിട്ട് അമേൻ അവിടെ പറയുകയാണ്, അഗാധത്തിന്റെ താക്കോലുമായിട്ട് അവൻ വരികയാണ്. ആ ഇറങ്ങുന്ന ദൂതൻ പറയുകയാണ്, എടാ അഗാധത്തിന്റെ താക്കോൽ എൻ്റെ കയ്യില എന്ന് പറഞ്ഞാൽ പിശാചിക മണ്ഡലങ്ങളുടെ അധികാരം ഇപ്പോൾ ആരുടെ കയ്യില? അമേ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതൻ പൈശാചിക മണ്ഡലങ്ങളുടെ മേലെ അധികാരം പ്രാപിച്ച ഒരു ദൂതനാണ്. എന്നിട്ട് അടുത്തത് പറയുകയാണ്, അവന്റെ കയ്യിൽ അഗാധത്തിന്റെ താക്കോലോ ഒരു വലിയ
ചങ്ങലയുമുണ്ട്. എന്താ ദൂതനെ ഇത്രയും വലിയ ചങ്ങലയുമായി ഇറങ്ങിയത്? ദൂതൻ പറയാ, അവന്റെ ശത്രു എത്ര വലിയവനാണെങ്കിൽ അവനെ കെട്ടാനുള്ള ചങ്ങല എന്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തെക്കാട്ടിലും വലുതാണ് നിന്റെ ദൂതന്റെ കയ്യിലിരിക്കുന്ന ചങ്ങല. ആമേൻ. നിന്റെ ശത്രുവിന്റെ വലിപ്പത്തെക്കാട്ടിലോ വലിയതാണ് അവൻ നിനക്ക് വേണ്ടി ദൈവം അയക്കുന്ന ദൂതന്റെ കയ്യിലിരിക്കുന്ന ചങ്ങല. ഇന്ന് രാത്രി പറഞ്ഞാട്ട്, എന്റെ പ്രശ്നം 6 അടി പൊക്കമുള്ളതാണെങ്കിൽ എന്റെ ദൈവത്തിന്റെ ചങ്ങല 60 അടി നീളമുള്ളതാണ്. എന്റെ പ്രശ്നം 100 അടി വലിപ്പമുള്ളതാണെങ്കിൽ എന്റെ ദൈവത്തിന്റെ ദൂതന്റെ കയ്യിലിരിക്കുന്ന ചങ്ങല 1000 അടി വലിപ്പമുള്ളതാണ്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങളെ നോക്കി പറ, ഇതിനേക്കാൾ വലിയ ചങ്ങല എന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. അഗാധത്തിന്റെ താക്കോല് വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി ആ ദൂതന്റെ കയ്യിലേക്കൊന്ന് നോക്കിയേ. നിന്റെ പ്രശ്നത്തിനാണോ വലിപ്പ? അവന്റെ കയ്യിലിരിക്കുന്ന ചങ്ങലയ്ക്കാണോ വലിപ്പ? ഇന്ന് രാത്രി ആ ദൂതന്റെ കയ്യിലിരിക്കുന്ന ചങ്ങലയിലേക്കൊന്ന് നോക്കിയേ. നിന്റെ സങ്കടത്തിനാണോ വലിപ്പ? അവന്റെ കയ്യിലിരിക്കുന്ന ചങ്ങലയ്ക്കാണോ വലിപ്പ? ഇന്ന് രാത്രി എന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ഇതാ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, എന്റെ പ്രശ്നങ്ങളെക്കാട്ടിലോ എന്റെ പോരാട്ടങ്ങളെക്കാട്ടിലും വലിയൊരു ചങ്ങലയാണ് എന്റെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നത്, എന്റെ ദൈവത്തിന്റെ ദൂതന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നത്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അടുത്ത ഭാഗം, അതിന്റെ 4ാമത്തെ വിഷയം, ഞാൻ 3 കാര്യങ്ങളെ പറഞ്ഞു. 1, ഇറങ്ങുന്ന ദൂതൻ. 2, ദൂതന്റെ കയ്യിൽ താക്കോലുണ്ട്. 3, വലിയ ചങ്ങല ദൂതന്റെ കയ്യിലുണ്ട്. 4ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. അതിന്റെ 2ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ അവൻ പിടിച്ചു എന്നാണ് പറയുന്നത്. മഹാസർപ്പത്തെ പിടിച്ചു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, മഹാസർപ്പത്തെ, ഒരു 8 അടി മൂർഖനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും, ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്ക് കയറി പിടിക്കാൻ കഴിയോ? സ്തോത്ര. 8 അടി മൂർഖനെ പിടിക്കാൻ ചിലപ്പം കേരളത്തിൽ 3 or 4 പേരൊക്കെ കണ്ടേക്കാം. പക്ഷെ ഒരു പെരുമ്പാമ്പിനെ പിടിക്കാൻ എത്ര പേര് വേണോ? ആമേൻ. പെരുമ്പാമ്പിനെ പിടിക്കണമെങ്കിൽ ഒരു 10 പേര്. ആമേൻ. എത്ര ആയിരുന്നാലും ഒരു 4 പേരില്ലാതെ വരത്തില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി പെരുമ്പാമ്പിനെ അല്ല, മഹാസർപ്പത്തെ കയറി പിടിക്കുകയാണ്. ഞാൻ വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ പറഞ്ഞു, 7 തലയും തലകളിൽ രാജമുടിയും ഉള്ളതായിട്ടുള്ള തീനിറമുള്ള മഹാസർപ്പ. അപ്പൊ ഈ സർപ്പത്തിന് എത്ര തലയുണ്ട്? ആമേ. 7 തലയും 10 കൊമ്പും നിറഞ്ഞു നിൽക്കുന്ന ഒരു സർപ്പ. ഇനി അടുത്തതോ തീയാണ് കളറ്. ഇനി തല എങ്ങനെയാണെങ്കിലും പോട്ടെ, അതിന്റെ വാൽ എവിടെ വരെ പോകുമെന്നറിയാമോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ കയറി പിടിക്കാൻ കഴിവുള്ളതായ ഒരു വലിയ സർപ്പ. പക്ഷെ ദൂതൻ എന്ത് ചെയ്യുകയാണ്? ആ സർപ്പത്തെ കയറി പിടിച്ചോ. ഈ സർപ്പത്തെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സർപ്പത്തെ അറസ്റ്റ് ചെയ്തെന്ന അതിന്റെ അർത്ഥം. സർപ്പത്തെ കയറി കുത്തിരി പിടിച്ച് നിർത്തിയെന്ന്. ആമേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേ, എന്നെ ഒരു മനുഷ്യൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ, എന്നെ ഒരു മനുഷ്യൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ കയറി പിടിക്കുന്നതാണോ പിടി? അല്ല, എന്നെ ആടപടല് എന്നെ മുറുക്കി പിടിച്ചു എന്നാ അതിൻ്റെ അർത്ഥം. എന്നെ ഒരു മനുഷ്യന് പിടിക്കണമെങ്കിൽ, എന്നെ ഒരു മനുഷ്യന് ഒതുക്കണമെങ്കിൽ എന്നെക്കാട്ടിലും വലിപ്പമോ എന്നെക്കാട്ടിലും ശക്തിയോ എന്നെക്കാട്ടിലും അധികാരവുമില്ലാതെ എന്നെ ഒരു മനുഷ്യന് പിടിച്ചടക്കാൻ കഴിയുമോ? ഇല്ല. ദൂതൻ വന്ന് മഹാസർപ്പത്തെ കയറി ഒരു പിടി അങ്ങ് പിടിച്ചോ. അമ്മേ, സർപ്പം അനങ്ങിയില്ല. എന്താ സർപ്പമേ തിരിച്ചൊന്ന് ചെറയാഞ്ഞേ? എന്താ സർപ്പമേ ഒന്ന് ബഹളം വെക്കാഞ്ഞേ? മിണ്ടിയില്ല സർപ്പ. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം കാലാകാലങ്ങളെ. എന്നിട്ട് ആ സർപ്പത്തെ പറയുകയാണ്, പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടോ. കേട്ടോ, ഈ സർപ്പത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചോ. എന്താണ്? പണ്ടി മഹാസർപ്പം ആരായിരുന്നു? പഴയ പാമ്പായിരുന്നു. പാമ്പിപ്പോ ആരായി തീർന്നു? പാമ്പ് കുറെ കഴിഞ്ഞപ്പോ സർപ്പമായി. സർപ്പം കുറെ കഴിഞ്ഞ് മഹാസർപ്പമായി. കണ്ടോ? ഒരു ഡിമോണിക് റലം, ഒരു അന്ധകാര ശക്തി പ്രബലപ്പെട്ട് വലുതായി. 10 വർഷം മുമ്പ്
കടം എത്രയുണ്ടായിരുന്നു? പാമ്പായിരുന്നു. ഇപ്പം കടം എത്രയുണ്ട്? മഹാസർപ്പമായി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കള്ളുകുടി എത്രയുണ്ടായിരുന്നു? പാമ്പായിരുന്നു. 35 വയസ്സായപ്പോഴത്തേക്ക് ഇപ്പം കള്ളുകുടി ഏത് ലെവലിലെത്തി? മഹാസർപ്പമായി. പ്രശ്നം വേഴ്സായി. പക്ഷേ ദൂതൻ വന്നിട്ട് പാമ്പായിരുന്നെങ്കിൽ ഞാൻ പിടിക്കാമായിരുന്നു, സർപ്പമായതുകൊണ്ട് പാടാ. നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർമാര് കൈ കഴുകുമ്പോൾ പറയുന്ന ഒരു ഡയലോഗാ, അരമണിക്കൂർ നേരത്തെ ആയിരുന്നെങ്കിൽ പാമ്പായിരുന്നേ പിടിക്കായിരുന്നു, സർപ്പമായോണ്ട് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ട് പറയുകയാ, പണ്ട് പാമ്പായിരുന്നു, പക്ഷെ അത് വലിയ സർപ്പമായി. പക്ഷെ ദൂതൻ ഇറങ്ങി വന്ന് പിടിച്ചു. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ ആമേൻ കാലാകാലങ്ങളായി വലിയതായ ചില വിഷയങ്ങളെ പിടിക്കുവാൻ ഒരു ദൂതൻ ഇറങ്ങുകയാണ്. ക്യാൻ യു സീ ഹിം? നിനക്കവനെ കാണാൻ കഴിയുന്നുണ്ടോ? എന്നിട്ട് പിടിച്ച് 2ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ചങ്ങലയിട്ടു. അതാ ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തെന്ന്. പിടിക്കുക മാത്രമല്ല, പിടിച്ചവനെ തടവിലാക്കാനും കഴിയുന്ന ദൈവത്തിന്റെ ദൂതൻ പിടിച്ചവനെ പൂട്ടി, പിടിച്ചവനെ ചങ്ങലയിട്ടു. പിടിച്ച് ചങ്ങലയിട്ടിട്ട് അടുത്തത് എന്താ ചെയ്യുന്നേ? അതിന്റെ അടുത്ത വാക്യത്തിലേക്ക്, 3ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന വിഷയത്തെ തള്ളിയിടാൻ, നിന്റെ കല്ലറവാതിൽക്കൽ ഇനി ഒരിക്കലും ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ചില കല്ലുകളെ തള്ളി മാറ്റാൻ, ചില കല്ലുകളെ ഉരുട്ടിക്കളയാൻ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കുകയാണ്. അവൻ എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ചങ്ങലയിടുക മാത്രമല്ല, തള്ളിയിടുക മാത്രമല്ല, അവനെ അടച്ചിട്ട് പൂട്ടി. അവനെ അടച്ചിട്ട് പൂട്ടി അതിന് മീതെ മുദ്ര വെച്ചു. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, പിശാചിനെ ആകെ ചങ്ങലയിട്ടു. ചങ്ങലയിട്ടവൻ ഇനി എഴുന്നേക്കൂ? ഇല്ല. ചങ്ങലയിട്ടവനെ തള്ളി താഴെ ഇട്ടിട്ട് അതിൻ്റെ വാതിലിനെ പൂട്ടി. വാതിലിന് ഓടാമ്പലിട്ടു, വാതിലിനെ പൂട്ടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ദൈവരാജ്യത്തിൻ്റെ അധികാരവും വെച്ച് ദൈവം അതിനെ സീൽ ചെയ്തു. ഇന്ന് രാത്രികാലം ഒരു ദൂതൻ ഇറങ്ങുകയാണ്. നിനക്കെതിരായി വ്യാപരിച്ചു നിൽക്കുന്ന പോരുകളെ പിടിച്ചു കെട്ടി തള്ളിയിട്ട് ചങ്ങലയിട്ട് പൂട്ടി അതിന്മേൽ ഒരു മുദ്രയിടുന്ന ദൂതൻ ഇന്ന് രാത്രി കണ്ണുകളെ അടച്ചോ, പുസ്തകങ്ങളെ മടക്കിക്കോ. നമ്മുടെ മുമ്പിൽ ചില മിനിറ്റുകളുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തൊരു ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വലിയ ചങ്ങലയുമായി ഒരു ദൂതൻ. ഒരു കൊച്ചു ചങ്ങലയല്ല, ആമേൻ, ഒരു പട്ടിയെ പൂട്ടുന്ന തൊടലല്ല, ഒരു വലിയ ചങ്ങലയുമായി ഒരു ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ട്, താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. അർബലകടാൽമരം പ്രവചനന്തരഞ്ജരന്തരാജരം പ്രവക്കരാസി അർത്തുലാജ വേദകൽക്കരം പ്രവർത്തി മാജഘട്ടം അർത്ഥകൽഗനം രക്ഷകർത്തനാജരാതി സന്ദരക്ഷര പ്രവർത്തനാജരം തനേതി അൽഗനം പ്രവർത്തനാദി വാലഹട്ട രംജനാദ ഋഗനകാടി ഗർത്തനാദി വേരകശ്യ വർത്തുനാദ അർബലങ്കടാർത്ഥനാദി ധനാചരം പ്രവർത്തനാദി. ഇന്ന് രാത്രി ഇതിനകത്തൊരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നത്, നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നത്, നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർ അത് കാണുവാൻ ആഗ്രഹിക്കുന്നു? ഒരു വലിയ ചങ്ങലയ അഗാധത്തിന്റെ താക്കോലുമായി ഇതാ ശക്തിയേറിയ ഒരു ദൂതൻ ഇതാ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. നിന്റെ പ്രശ്നത്തിന്റെ വലിപ്പം അനുസരിച്ചതിനെ കെട്ടാൻ, നിന്റെ പോരാട്ടത്തിന്റെ വലിപ്പം അനുസരിച്ചതിനെ കെട്ടാൻ, നിന്റെ ശത്രുവിന്റെ വലിപ്പം അനുസരിച്ചതിനെ കെട്ടാൻ ഇന്ന് രാത്രി ഒരു ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്.